ഹേ ഒലിവിയ ആണ്. പൊല്യൂഷൻ സെന്ററുകളിൽ എങ്ങനെ ഫോൺ നമ്പർ അഥവാ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ ഇത് ചെയ്യാവുന്നതാണ്. അതിന് ആദ്യം പരിവഹൻ.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് തുറന്നുകിട്ടും. അതിനുശേഷം മൂന്നാമത്തെ ഓപ്ഷൻ ഓൺലൈൻ സർവീസ് എന്നു കാണും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് ഇങ്ങനെ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ കേരള എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ കാണും. ഈ പേജിന് ഉള്ളിൽ ഈ രണ്ട് ഓപ്ഷനിൽ ഇവിടെ വെഹിക്കിൾ നമ്പർ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വേണ്ട വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ടിക്ക് മാർക്ക് കാണാൻ ആകും. അതിനുശേഷം പ്രോസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും പ്രോസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജിലേക്ക് പോകും. ഇവിടെ താഴെ രണ്ട് ഓപ്ഷനുകൾ ഉണ്ട്. ഒന്ന് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ യൂസിംഗ് ആധാർ RTO വിസിറ്റിംഗ് നോട്ടറി എയ്ഡ്. അത് അല്ലെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ സർവീസിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ലാസ്റ്റ് ഓപ്ഷൻ അഡീഷണൽ സർവീസ് എടുക്കുക. അതിൽ ആദ്യത്തെ ഓപ്ഷൻ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ യൂസിംഗ് ആധാർ RTO വിസിറ്റിംഗ് നോട്ടറി എയ്ഡ് എന്ന് കാണും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചെസിസ് നമ്പർ ഫുൾ ആയി RC നോക്കി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. അവിടെ ആധാർ OTP ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ആധാർ നമ്പർ എന്ന് കാണും. അവിടെയും ക്ലിക്ക് ചെയ്തതിനു ശേഷം വണ്ടിയുടെ ഓണറുടെ ആധാർ കാർഡിലെ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കൊടുത്ത ആധാറിന്റെ രജിസ്റ്റർ ആയിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് പരിവാഹന്റെ OTP പോയിട്ടുണ്ടാകും. അത് ഇവിടെ കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് OTP ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന പേജ് കാണും. അവിടെ ഇതുപോലെ എൻജിൻ നമ്പർ, രജിസ്ട്രേഷൻ തീയതി, രജിസ്ട്രേഷൻ അഥവാ വാലിഡ് ഡേറ്റ് എന്നിവ RCയിൽ ഉള്ളതുപോലെ ഫുൾ ആയി കൊടുത്തതിനുശേഷം ഷോ ഡീറ്റെയിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആധാർ കാർഡിൽ ഉള്ള പേരും ആധാർ കാർഡിൽ കൊടുത്ത രജിസ്റ്റർ ആയിട്ടുള്ള മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ ചെറിയ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ആയെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് പോപ്പ് അപ്പ് ആകും. അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഉറപ്പുവരുത്താനായി ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ തന്ന ആളുടെ അടുത്തേക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് കൂടി വരുന്നതായിരിക്കും. ചിലപ്പോൾ നെറ്റ്വർക്കിന് അനുസരിച്ച് ചിലപ്പോൾ ചെറിയ താമസം ഉണ്ടാകാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ചെയ്ത് വണ്ടികൾ ഒന്നും മിസ് ആകാതെ ചെയ്യൂ. എല്ലാവർക്കും അത് ഒരു സഹായവുമാണ്. കൂടാതെ കൂടുതൽ വിവരങ്ങൾക്കായി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കല്ലേ.